ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ചാണ് 17, 18 തീയതികളിൽ അമീർ ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യക്കാർക്കുള്ള വിസ നിയന്ത്രണം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ 8.5 ലക്ഷത്തോളം വരുന്ന ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളും ഏറെ പ്രതീക്ഷയോടെയാണ് അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തെ കാത്തിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിൽ മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖരുൾപ്പെടെ ഉന്നത സംഘം അമീറിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ചർച്ചയാകും. 18-ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി അമീർ കൂടിക്കാഴ്ച നടത്തും. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമീർ ഇന്ത്യയിൽ എത്തുന്നത്. അമീറായി ചുമതലയേറ്റ ശേഷം 2015 മാർച്ചിലായിരുന്നു ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനം. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഖത്തർ സന്ദർശനത്തിനിടെ അമീറിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദം ശക്തമാക്കുന്നതിലും വ്യാപാര നിക്ഷേപ മേഖലകളിലെ ബന്ധം ദൃഢമാക്കുന്നതിലും അമീറിന്റെ ഇന്ത്യ സന്ദർശനം നിർണായകമായിരിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനിടെ ഖത്തർ പൗരന്മാർക്ക് ഇന്ത്യ സന്ദർശിക്കാൻ വിസ സൗകര്യം ഒരുക്കിയതായി ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തീരുമാനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച അറിയിപ്പിൽ വ്യക്തമാക്കി. ഇന്ത്യ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന ഖത്തർ പൗരന്മാർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാമെന്നും വിസ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകളും മറ്റ് വിശദാംശങ്ങളും ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. അതേസമയം ഖത്തർ പൗരന്മാർക്ക് നിലവിൽ അനുവദിക്കുന്ന പേപ്പർ വിസ സേവനങ്ങൾ തുടരുമെന്നും എംബസി അറിയിച്ചു. അൻവർ പാലേരി, 24 ദോഹ.